പലതരം നിബന്ധന കണ്ടില്ലേ? അപ്പൊ ഛത്തീസ്ഗഡ് നിബന്ധന കണ്ടാലോ? കുറച്ച് രസമുള്ളൂ വേണ്ട മാറ്റം. ആ ഡ്രസ്സ് രസം തന്നെ നമ്മൾ സാധനം മാറ്റിയിട്ട് നമ്മൾ നേരെ ഒരു കായ് പഴം തന്ന് രാവിലെ തന്നെ പോവാണ്. യൂണിവേഴ്സിറ്റിയിൽ നിബന്ധന ഉണ്ടാകുമ്പോൾ എപ്പോഴും നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കഴിക്കാൻ പറ്റുന്നതുകൊണ്ട് നമ്മൾ പെൻഡ്രൈക്കാണ് പോലുള്ളത്. പെൻഡ്രത്തിൽ റെയിൽവേ ബ്ലോക്ക് കൂടി കിടക്കുമ്പോൾ നമ്മൾ ഈ കാഴ്ച ഉണ്ട്. ഈ മാതിരി ഫ്ലക്സ് അടിക്കുന്ന ഒരു കുറവ് ഇല്ല. ക്യാഷ് എന്നൊരു വിഷയമല്ല, അടിപൊളി ഡെക്കറേഷൻ ആയിട്ട് പെൻഡ്രോട് ചമഞ്ഞു ഒരുങ്ങിക്കണം. നമ്മളെത്തിയപ്പോൾ ഇച്ചിരി ലേറ്റ് ആയി. 2 ലോക്കൽസ് നമുക്ക് അവിടെ ജാഥക്കുള്ള വയ്യാണ് ചെന്ന്. ജാഥയിലെത്തിയപ്പോൾ കുബ്ബയും ജെസിയും പുമാലയും ബിസ്ക്കറ്റും ചായം വെല്ലും കൂടെ അങ്ങനെ നോയിസ് പൊല്യൂഷന്റെ ഒക്കെ എക്സ്ട്രീം ആയിരുന്നു. പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് പോയാൽ നാട്ടിലെ കൾച്ചർ ആചാരമൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നോർത്ത് ഇന്ത്യൻ പലതരം പലഹാരങ്ങൾ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. നാട്ടിലത്തെ പോലെ തന്നെ ഇവിടുത്തെ റാലിയിലും അത്യാവശ്യം കുറെ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഹിന്ദിക്കാരെ വേണ്ടി ഈ സാധനം ജാതി കൊടുത്തു ഞാൻ ആലോചിച്ചു. ദൂരെയുള്ള ഒരു ആൾക്കൂട്ടം കൊണ്ട് പോയോക്കിനി നോക്കുമ്പോ ക്യാ ഹേ പായസം. അപ്പോൾ വനമാണ്ടത്തിൽ എടുത്തോളിന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെങ്ങായി. പിന്നെ മട്ടൻ ബിരിയാണി കിട്ടുന്ന ബാക്കി വിഷയമൊക്കെ അടുത്ത വ്ലോഗ് പറയും. അപ്പം നിർത്തുള്ളൂ. ഓക്കെ ബൈ.